ഏത് പാർട്ടിയിലുള്ള വ്യക്തിയാണെങ്കിലും ചില അമരക്കാരെ അറിയാതെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കപ്പെടേണ്ട അതുല്യനായ ഒരു നേതാവാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രകാശഗോപുരമായി മാറിയ, അനേകം രാഷ്ട്രീയക്കാർക്ക് വഴികാട്ടിയായി മാറിയ, ആദരണീയനായ, കടന്നുപോയ, ഇപ്പോഴും കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ഉമ്മൻചാണ്ടി സാർ. മായാത്ത ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാ ഓർമ്മകളും അങ്ങനെ ഇരിക്കില്ല. ചില ഓർമ്മകൾ മാഞ്ഞു പോവില്ല എന്ന് പറയാൻ കാരണം ആ ഓർമ്മകൾക്ക് വലിയ വെളിച്ചമുള്ളതുകൊണ്ടാണ്. നന്മയുടെ നിറമുള്ള ഓർമ്മകൾ മായാതിരിക്കും. നന്മയുടെ നിറമുള്ള ഓർമ്മകളാണ് മായാതെ എപ്പോഴും തിളങ്ങുന്നത്. ആർദ്രതയുടെ സ്പർശമുള്ള ചില വ്യക്തിത്വങ്ങളെ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും. രാഷ്ട്രീയാതീതമാണത്. അതിനകത്തൊരു ഒരു മാനവികതയുടെ ഉന്നതമായ തലമുണ്ട്. അത്തരമൊരു മാനവികതയുടെ ഭാവങ്ങളെ സ്പർശിച്ച് അനേകം ജീവിതങ്ങളെ അത്ഭുതകരമായി തൊട്ട് ഉണർത്തി കടന്നുപോയ ഒരു ധന്യ വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെത്. ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്നപ്പോൾ എന്നതിനേക്കാൾ കൂടുതൽ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടതെന്നുള്ളത് ഒരു സത്യമാണ്. മഹാത്മാക്കളും വിശുദ്ധരും ഒക്കെ അങ്ങനെയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോഴല്ല കൂടുതൽ അറിയപ്പെടുക, മരിച്ചു കഴിഞ്ഞിട്ടാണ് അവരുടെ ഓർമ്മകൾ കൂടുതൽ ആഴമായിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതും അവരുടെ വ്യക്തിത്വത്തെ ശരിയാം വിധം ആവിഷ്കരിക്കപ്പെടുന്നതും. അങ്ങനൊരു അതുല്യമായ വ്യക്തിത്വമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഓർമ്മകൾക്ക് ഇത്രമാത്രം വലിയ ഒരു പ്രാധാന്യമുണ്ടെന്നും ഇത്രമാത്രം ശ്രദ്ധേയമായ വിധം അദ്ദേഹം ഓർമ്മിക്കപ്പെടേണ്ടതാണെന്നുമുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വിയോഗവേളയിലാണ് കൂടുതൽ ജനം ഏറ്റെടുത്ത് തിരിച്ചറിയുന്നത്. ആ ഒരു വലിയ സത്യം അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം എന്തുമാത്രം ജീവിതങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളതും നമ്മൾ അറിയാതെ ഒരുപാട് ജീവിതങ്ങളെ അദ്ദേഹം സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളതും ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. പൊതുവെ ആളുകൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ കൊട്ടിഘോഷത്തോടു കൂടി മറ്റുള്ളവരെ അറിയിക്കുന്ന പ്രകൃതി സ്വാഭാവികമായിട്ട് മനുഷ്യർക്കുണ്ട്, നല്ലതല്ല. പക്ഷെ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. പക്ഷെ ഈ മനുഷ്യൻ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അറിയപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികം. പക്ഷേ അറിയപ്പെടാതെ അദ്ദേഹം ചെയ്ത ഒരുപിടി നന്മകള് മിഴുനീർ തുള്ളികളായിട്ട് അവിടെ പെയ്തു വീഴുന്നത് നമ്മൾ ഈ മരണത്തിന്റെ വേളയിൽ നേരിട്ട് കണ്ടതാണ്. തീരെ അവഗണിക്കപ്പെട്ട മനുഷ്യര്, ഒരുപക്ഷെങ്കിൽ ആരാലും അറിയപ്പെടാത്ത ഒരുപിടി മനുഷ്യര്, രാഷ്ട്രീയമില്ലാത്ത കുറെ മനുഷ്യര്, അല്ലെ സജീവമായിട്ട് ഒരു മേഖലയിലും പ്രവർത്തിക്കാത്ത കുറെ മനുഷ്യര് ഓടിച്ചെന്നിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നിറമിഴികളോടെ നിൽക്കുന്ന കാഴ്ച. എന്തിനധികം അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന് മുമ്പിൽ പോലും തൊട്ട് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോഴൊക്കെ കേരളം ഉണർന്നു ചിന്തിച്ചു, ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ മധ്യേ, ഇതറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഞങ്ങൾ കൂടെ നിൽക്കുമായിരുന്നൊക്കെ പിന്നീട് ആളുകൾ ചിന്തിച്ചു. പലപ്പോഴും കഴിഞ്ഞു പോയി കഴിയുമ്പോൾ ആളുകൾക്ക് ബോധം വരുന്നു. പലപ്പോഴും പല കാര്യങ്ങളും അങ്ങനെ ജീവിച്ചിരിക്കുമ്പം അറിയേണ്ടവരെ പലപ്പോഴും അറിയാറില്ല. മാതാപിതാക്കളെ പോലും പലപ്പോഴും ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണ്ടത്ര മക്കൾ അറിയാതെ പോകുന്നുണ്ട്. അതൊരു സത്യമാണ്. മരിച്ചു കഴിയുമ്പോൾ അറിഞ്ഞിട്ടുന്ന കാര്യം ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ചില മനുഷ്യരെ നമ്മൾ അറിയാതെ പോകരുത് എന്നുള്ളത്. പക്ഷെ കാലം കഴിഞ്ഞു പോയെങ്കിൽ പോലും കടന്നു പോകാതെ മനസ്സിൽ അവശേഷിക്കുന്ന ഇത്തരം വ്യക്തികളെ ബോധപൂർവം ഓർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രചോദനമാകും.